ഹായ് ഗായ്സ്, എല്ലാവർക്കും മല്ലു ആക്ട്രസ് 123ലേക്ക് സ്വാഗതം. ഇനി ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു ഈവനിങ് ടൈമിംഗ് ഒക്കെ ആയപ്പോഴാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് സൈക്കിളും കൊണ്ട് ജസ്റ്റ് പുറത്ത് പോകാമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ ഗൈസ്, എൻ്റെ അനിയത്തിയും എൻ്റെ അച്ഛനും ഉണ്ട്. അച്ഛൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ സൈക്കിളുണ്ട് കേട്ടോ ഗൈസ്, എൻ്റെ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വൈകുന്നേരം ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു ഈവനിങ് ടൈമിംഗ് ഒക്കെ ആയപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ജസ്റ്റ് ഇറങ്ങാൻ വേണ്ടി വിചാരിച്ചോട്ടോ ഗൈസ്. ഇന്നലെ ഞാൻ സെയിം വീഡിയോ ഇട്ടായിരുന്നു. അത് താഴത്തെ അമ്പലത്തിൻ്റെ സൈഡിലാണ്. ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അയാൾ റോട്ടിൽ ചെന്നിട്ട് കാണാം ഗായ്സ്. ഞാൻ സൈക്കിളിൽ കയറി, എൻ്റെ അനിയത്തിയും അച്ഛൻ ഫ്രണ്ടിൽ പോകട്ടോ ഗൈസ്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ റോട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. റോഡിലെത്തി, അവരേറ്റ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അവർ പുറകിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഇവിടം വരെ എത്തി ഗൈസ്. ഇച്ചിരി കയറ്റമുണ്ട് ഗൈസ്, നമ്മൾ മടുക്കും ഗൈസ്. അനിയത്തി അച്ഛൻ വരുന്നുണ്ട്. നമുക്ക് മെല്ലെ അങ്ങ് പോകട്ടെ ഗൈസ്. വണ്ടിയൊക്കെ വരും ഗൈസ്. ഇതുവഴി വലിയ ഇവിടെ തൊട്ടടുത്തൊരു പാറമടയുണ്ട് ഗൈസ്. അതുകൊണ്ട് ഫ്രണ്ട്സ് ഈ ഭാരത ബെൻസും വണ്ടികളൊക്കെ പാഞ്ഞു വരും. ആര് പുറകെ കൂടെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാനാണെങ്കിൽ ഒരു മീഷോയിൽ എൻ്റെ ഒരു വീഡിയോ സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമുക്ക് കയ്യിലൊക്കെ പിടിച്ച് നമുക്ക് വർക്കൗട്ട് നമുക്ക് കയ്യിലൊക്കെ പിടിച്ച് കൈ കഴിക്കൂല. ഇപ്പോൾ ഫോണും ഒരു കയ്യിൽ ഞാൻ സൈക്കിൾ ഓടിക്കണേ, പിന്നെ ഒരു കയ്യിൽ ഫോണും നിൽക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ ഓടിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ ഗൈസ്. അത് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ഗൈസ്. 2 മരങ്ങളാണ് ഗൈസ്. ഈ കുറേ മരങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ചിരിക്കണ പോലെ ഗൈസ്. അവിടെ നിന്ന് മരം മുറിക്കുന്നു. വലിയ കട്ടറുണ്ട് ഗൈസ്. കട്ടർ ചാടിക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ സൈക്കിൾ അങ്ങോട്ടാണ് വിട്ടോളൂ. പുറകിലവർ വരുന്നുണ്ട് ഗൈസ്. അച്ഛയ്ക്ക് മെല്ലെ വരാൻ പറ്റുള്ളൂ, കാരണം അച്ഛ വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൈസ് ഞാൻ നിങ്ങൾക്ക് സൂത്രം കാണിച്ചു തരാം ഗൈസ്. കിട്ടോ, ഞങ്ങൾക്ക് സൂത്രം കാണിച്ചു തരാം. പാറമട ഞാൻ കാണിച്ചു തരാം ഗൈസ്. കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ, അവിടെ കുറേ മണ്ണ് കാണുന്നില്ലേ, അതാട്ടോ ഗൈസ് പാറമട. അപ്പോൾ ഇവിടുന്ന് ഈ വീഡിയോയിലായതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ ഗൈസ്, അതാണ് ഗൈസ് പാറമട, അതാണ് പാറമട. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നല്ല ദൂരമുണ്ട്. കുറേ അവിടെ നിന്ന് കുറേ ടിപ്പറൊക്കെ ഇറങ്ങി വരുന്നതുണ്ട് ഗൈസ്. ഒരു രസമാട്ടോ ഗൈസ്. എൻ്റെ ആൻറ്റീനെ കാണിച്ചു തരാം ഗൈസ്. ആ സ്കൂട്ടറിലെടുത്ത് തന്നെ ഉണ്ട്. പാറുവിനെ കൊണ്ട് ഹോമിയോയിലും കണ്ടു പോകാമെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എൻ്റെ ആൻറ്റി, ഇത് അമ്മാവൻ, എൻ്റെ അനിയത്തിനെ സൈക്കിളിൽ തള്ളുകട്ടോ ഗൈസ്. കേട്ടോ ഗൈസ് പാറു എൻ്റെ ആൻറ്റി കേട്ടോ ഗൈസ്. അത് പിന്നെ എൻ്റെ അമ്മാവനും. ഫ്രണ്ട്സ് അമ്മാവനും ആൻറ്റി പാറുവിനെ കൊണ്ട് ഹോമിയോയിൽ കൊണ്ടുപോകട്ടെ. പാറിന് തലവേദന കണ്ടാന്ന് അങ്ങോട്ട് കേട്ടോ. അവരുടെ പാറിന് ശരിക്കത്തെ പേര് ഷിക രാഹുലാണ്. എൻ്റെ അനിയത്തിയുടെ പേര് വൈഗ ലിജു എന്ന് കേട്ടോ. നിങ്ങളുടെ ആരെങ്കിലും പേര് വൈഗ എന്നാണെങ്കിൽ ഒന്ന് കമൻറ്റ് തരണേ. പിന്നെ ഷിക എന്നുള്ളവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് തരണേ. പിന്നെ ഞാൻ ആ ആൻറ്റീൻ്റെ അടുത്ത് വരെ പോയതാട്ടെ. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് അവിടെ എന്തോ മരം എന്തോ വെട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പാറമട കാണിച്ചായിരുന്നല്ലോ. താഴെ ഒരു വീടുണ്ട് കേട്ടോ. ഇതൊരു വീടാണ്, ഒരു വീടാട്ടെ. ഈ വീടിൻ്റെ കുറച്ചങ്ങ് താഴെ ആയിട്ടൊരു വലിയ തോടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വലിയൊരു തോടാണ്. എൻ്റെ അച്ഛനും അനിയത്തിയും വരുന്നുണ്ട്. ആ ചേട്ടനാ ബൾഗു ചേട്ടാ എന്ന് പറയുന്ന ചേട്ടായിട്ട്. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ അമ്മാൻ്റെ കൂട്ടുകാരനാട്ടോ. ഇപ്പോൾ ജസ്റ്റ് സൈക്കിളിൽ പോകും. ഒരു പ്രശ്നം പറ്റിയിട്ടോ. സൈക്കിൾ ജസ്റ്റ് ഒന്ന് കുഴിയിൽ എൻ്റെ കുറ്റമാണ്. എൻ്റെ കുട്ടി
അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെട്ടിച്ചാട്ടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് താന്നു പോയി. വേറെ സീനൊന്നുമില്ല. അത് കാരണം എന്നാ വെച്ചാൽ എൻ്റെ ആ സ്റ്റിക്ക് വരുമ്പോൾ ഞാൻ ആ വീഡിയോ, ആ ഡെലിവറി വീഡിയോ ഞാൻ ഇടാം കേട്ടോ ഗൈസ്. അങ്ങ് പോവാട്ടോ ഗൈസ്. ഇവിടെ എന്ത് ചത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നല്ല എലിയോ പാമ്പോ ചത്ത് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. മണമുണ്ട്. നിങ്ങൾ കിടലം പാടം കാണിച്ചു തരാം ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ആ ഒരു പാടം കേട്ടോ ഗൈസ് ആ കാണുന്നത്. പിന്നെ വേണ്ട ഗൈസ് അവിടെ ഇച്ചിരി വെള്ളം പോലെ കിടക്കണുണ്ടോ? അതാണ് ഗൈസ് വലിയ തോട്. എൻ്റെ അച്ഛനും അമ്മയും അല്ല സോറി എൻ്റെ അച്ഛനും അനിയത്തും അങ്ങ് ദൂരെ നിന്ന് വരുന്നുള്ളൂ. കിട്ടുമോ എന്നൊക്കെ അറിഞ്ഞുകൂടാ. എനിക്ക് സൈക്കിൾ ഇരിക്കണോണ്ട് തിരിയാൻ പറ്റുന്നില്ല. വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ വേണ്ട ഗൈസ് ഇടം വരെ എത്തി. ഇവിടെ എന്തോ മരം വെട്ടു കേട്ടോ ഗൈസ്. മരം വെട്ടു അയ്യാ മരം വെട്ടു ആണ് തോന്നുന്നത്. ഞാൻ തോട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഗൈസ് ആ വഴി അതാണ് തോട്. അവിടെ ഞാൻ കുളിക്കാൻ പോകാറുണ്ട്. അവിടെയല്ല, ആ തോട്ടിൽ നിന്ന് കണക്ഷൻ തന്നെയാണിത്. ഞാൻ കുളിക്കാൻ പോകുമ്പോൾ വീഡിയോ ഇടാം കേട്ടോ ഗൈസ്. വെള്ളമില്ല കേട്ടോ ഗൈസ്. ഞാൻ ഇറങ്ങി എൻ്റെ മുട്ടിൻ്റെ അത്ര ഉള്ളൂ. പണ്ടങ്ങാണ്ട് പോയപ്പോൾ നല്ല വെള്ളമായിരുന്നു. നല്ല വെള്ളം എന്ന് വെച്ചാൽ നല്ല വെള്ളം. ഞാൻ ഇറങ്ങിയാൽ മുങ്ങിട്ട് എൻ്റെ അച്ഛനെ ഇറങ്ങി എൻ്റെ അച്ഛൻ്റെ താടിയുടെ അത്ര ഉണ്ട് വെള്ളം. ഇതൊരു വീടാട്ടോ. നമുക്ക് വേണ്ട ഇങ്ങോട്ട് ജസ്റ്റ് പാർക്ക് ചെയ്യാം. അങ്ങോട്ട് ചെയ്യാം. ഇച്ചിരി ഇറക്കുക കേട്ടോ താഴത്തേക്ക്. അങ്ങ് ഇറക്കുക. കയ്യിൽ നിന്ന് പോയാൽ കരിയിലേക്ക് ചേർന്ന് കൊടുക്കാം. ഇവിടെ കുറച്ച് നമുക്ക് ഇരിക്കാം കേട്ടോ. ഈ സംഭവം നിങ്ങൾക്ക് എന്നാണെന്നറിയോ? ഈ സംഭവം നമ്മളിരിക്കുമ്പോൾ പാൻറ്റിലൊക്കെ കുത്തിക്കയറും ഗൈസ്. ഉണ്ടോ ഈ സാധനം ഗൈസ്? എൻ്റെ അച്ഛനും അനിയത്തിയും വന്നു ഗൈസ്. പാർക്ക് ചെയ്യട്ടെ വല്ല ഓക്കെ. എൻ്റെ വണ്ടിയിലൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ട് വലിയ മലയാട്ടെ. തട്ടേക്കാട് മലയൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ താഴത്തേക്ക് പോണ വഴി അങ്ങോട്ടാണ്. അതൊരു വീട്ടിലേക്കാട്ടോ. ഞാൻ ആദ്യം കാണിച്ചത് ഓടിട്ട വീട്. ആ വീട്ടിലേക്കാണ്. വേണ്ടേ പാറമട ഉണ്ടോ? ആ ഒരു കുഞ്ഞ് കുരിശ് പോലെ കാണുന്നുണ്ട്. അതാണ് മണ്ണത്തൂര് പള്ളി അതാ കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പറേക്കണ പള്ളി ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വേണ്ടേ ഇവിടെ കയറി എന്ന സെറ്റപ്പാട്ടോ. വീഴരുത് കണ്ടോ, വലിയ മരങ്ങളൊക്കെ. വീഴരുത്. അതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. ഉണ്ടോ ഞാൻ വേണ്ടേ ഇത് എത്രത്തോളം സൂം ചെയ്യാൻ ഉണ്ട്. സൂം ചെയ്യുമ്പോൾ ഒത്തിരി ക്ലിയർ ആയിട്ട് കിട്ടൂല. അതാണ് പോയിസ് പാറമട അതാണ്. ഉണ്ടോ? പിന്നെ താഴത്തേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ. ഞാൻ ആ വഴി കാണിച്ചു തരാം. അയ്യോ താഴത്തേക്ക് അങ്ങോട്ടങ്ങോട്ടോ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നേരിട്ട് പോയിട്ടില്ല. പിന്നെ